ഒമേഗ ഫാറ്റി ആസിഡ്, ശരീരത്തിന് വളരെ അത്യാവശ്യമായ ഒമേഗ ഫാറ്റി ആസിഡ്. ഏതൊക്കെ ടൈപ്പ് ഒമേഗ ഫാറ്റി ആസിഡ്സ് ഉണ്ടെന്ന് നോക്കണ്ടേ? ALA, EPA, DHA. ALA പറഞ്ഞാൽ ആൽഫ ലിനോയിക് ആസിഡും, DHA ഡോക്കോസ ഹെക്സൈനോയിക് ആസിഡും, EPA ഐക്കോസ പെൻറ്റൈനോയിക് ആസിഡുമാണ്. ഈ DHA, EPA ഈ രണ്ടെണ്ണം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വളരെ നല്ല ഇഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ പറയുകയാണെങ്കിൽ അമ്മയുടെ വയറ്റിൽ തന്നെ കുഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ പോലും ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റ് DHA ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. DHA അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബ്രെയിനിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും ഒക്കെ. ഈ ഒമേഗ ഫാറ്റി ആസിഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, DHA എന്ന ഒമേഗ ഫാറ്റി ആസിഡ്. അപ്പോൾ അത് പ്രഗ്നൻറ്റ് വിമൻ എന്തായാലും, പ്രഗ്നൻറ്റ് ലേഡീസ് എന്തായാലും കഴിച്ചിരിക്കണം ഫിഷ്. പിന്നെ അടുത്തത്, ഇത് നമ്മുടെ ബ്രെയിനിൻ്റെ കോഗ്നിറ്റീവ് ഫങ്ഷന്, അഡൾട്ട്സിലും കുട്ടികളിലും എല്ലാം കോഗ്നിറ്റീവ് ഫങ്ഷന് വളരെയധികം സഹായിക്കുന്നുണ്ട്. കോഗ്നിറ്റീവ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കുവാനും ഓർമ്മിക്കുവാനും അതുപോലെ കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കാനും പിന്നീട് നമ്മളെ മെമ്മറിയിൽ നിന്ന് എടുക്കാനും പിന്നീട് നമുക്ക് ഇൻ്റർപ്രിറ്റ് ചെയ്യാനും കാര്യങ്ങൾ വ്യാഖ്യാനിക്കാനൊക്കെയുള്ള അപഗ്രഥിക്കാനൊക്കെയുള്ള കഴിവിനെയാണ് ഈ കോഗ്നിഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ചിന്താശക്തി എന്ന് ചുരുക്കത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് മെയിൻലി നമ്മുടെ ന്യൂറോണൽ സിസ്റ്റത്തിനെയാണ്. അപ്പോൾ അതിനെ ശക്തിപ്പെടുത്തുവാൻ ഒമേഗ ഫാറ്റി ആസിഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റ് എലിമെൻറ്റ്സ്, മറ്റ് ന്യൂട്രിയൻസ് ഒക്കെ ആവശ്യമുണ്ട് ന്യൂറോണൽ സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റിന്. പക്ഷേ ഏറ്റവും കൂടുതൽ ആവശ്യം ഒമേഗ ഫാറ്റി ആസിഡ് തന്നെയാണ്. വൈറ്റമിൻ B6 ഒക്കെ ആവശ്യമുണ്ട്. പക്ഷേ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ബ്രെയിനിൻ്റെ വികാസത്തിനും വളർച്ചയ്ക്കും ഒക്കെ. പിന്നെ അടുത്ത കാര്യം മെൻ്റൽ ഹെൽത്തും ബ്രെയിൻ ഹെൽത്തും ഡിഫറെൻ്റ് ആയിട്ട് ഉള്ളൊരു സംഭവമല്ല. നമ്മുടെ ബ്രെയിൻ തന്നെയാണ് നമ്മുടെ മൈൻഡിനെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ കൂടെയും ഹോർമോൺസിലൂടെ ഒക്കെ നിയന്ത്രിക്കുന്നത്. പക്ഷെ നമ്മളെപ്പോഴും അത് പറയുമ്പോൾ രണ്ടായിട്ട് എടുക്കുന്നേ ഉള്ളൂ. സൈക്യാട്രിയിലും വളരെയധികം ഇമ്പോർട്ടൻസ് ഈ ഒരു ന്യൂട്രിയൻറ്റിന് ഉണ്ട്, ഒമേഗ ഫാറ്റി ആസിഡ്സിനുണ്ട്, മെൻ്റൽ ഹെൽത്തിലും. അപ്പോൾ നമുക്ക് പല അസുഖങ്ങളും ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സൊക്കെ ശരിക്കും ഫങ്ഷൻ ചെയ്തിട്ടില്ലെങ്കിൽ വരും. അതുപോലെ പല ന്യൂറോ സൈക്യാട്രിക് ഡിസോർഡേഴ്സിലും പല ന്യൂട്രിയൻസിൻ്റെയും അഭാവം കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവയെല്ലാം കറക്റ്റ് ചെയ്യാൻ ഒമേഗ ഫാറ്റി ആസിഡ്സ് സഹായിക്കും. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിനും പ്രൊഡക്ഷനും ഒക്കെ സഹായിക്കുന്നുണ്ട്. കൂടാതെ വൈറ്റമിൻസും ആവശ്യമാണ്. എങ്കിലും DHAയ്ക്കും EPAയ്ക്കും വളരെയധികം റോളുണ്ട് ഡിപ്രഷൻ കുറയ്ക്കുന്നതിൽ നിന്നും അതുപോലെ നമ്മുടെ ബ്രെയിനിൻ്റെ കോഗ്നിറ്റീവ് പവർ മെച്ചപ്പെടുത്തുന്നതിൽ നിന്നും പല അസുഖങ്ങളും നമ്മുടെ മനസ്സിന് വരാതിരിക്കുന്നതിൽ നിന്നും ഒക്കെ സഹായിക്കുന്നുണ്ട് ഒമേഗ ഫാറ്റി ആസിഡ്സ്. അപ്പോൾ ഒമേഗ ഫാറ്റി ആസിഡ്സ് DHA, EPA വിഭാഗത്തിൽപ്പെട്ടത് ധാരാളമായിട്ട് നമുക്ക് ലഭിക്കണമെങ്കിൽ ഫിഷ് കഴിക്കണം, അല്ലെങ്കിൽ കോഡ് ലിവർ ഓയിൽ കഴിക്കണം.